കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും സങ്കീർണതകൾ നിറഞ്ഞ ഒരു സമവാക്യമാണ് CPM-ഉം അതുപോലെ SNDPയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഈ ബന്ധത്തെ തന്നെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങളും പരസ്പര പ്രതിരോധങ്ങളും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോഴെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ ചർച്ചകൾക്ക് വഴിവെക്കാറുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി വെള്ളാപ്പള്ളി നടേശൻ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് ഓരോ സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണങ്ങൾ ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ മാനം കൂടി നൽകിയിരിക്കുകയാണ്. CPM സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ ഒരു സമുദായ നേതാവും തമ്മിലുള്ള പരസ്യമായ ഈ പിന്തുണയുടെ രാഷ്ട്രീയം, മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾ, മാൻഹോളിൽ വീണ് മരിച്ച വ്യക്തിയോടുള്ള അവഹേളനം, ബിഷപ്പുമാരുടെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നൽകിയ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് തുടങ്ങിയ വിവിധ വിഷയങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ ബന്ധത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നത് കൂടിയാണ്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങളെയും അതുപോലെ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണങ്ങളെയും മന്ത്രി സജി ചെറിയാൻ ശക്തമായി തള്ളിപ്പറയുന്നുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് നടക്കുന്നതെല്ലാം വ്യാജ പ്രചരണമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഡോർ തുറന്ന് വെള്ളാപ്പള്ളി തന്നെയാണ് കാറിൽ കയറിയത്. പ്രായമുള്ള ആളല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കയറിയതാവും. അതിൽ എന്താണ് തെറ്റെന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത്. വെള്ളാപ്പള്ളിയെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ സംസാരിക്കുന്നതും. മാധ്യമങ്ങൾ ഈ സംഭവം വളച്ചൊടിച്ചുവെന്നും പ്രതിപക്ഷത്തിന് വേറൊരു പണിയുമില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷം മാധ്യമങ്ങളുമായി ചേർന്ന് നുണപ്രചരണം നടത്തുകയാണെന്നും വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. BJP സഖ്യകക്ഷിയായ BDJS നേതാവ് സംസ്ഥാന ഭരണത്തലവന്റെ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്തത് CPM BJP രഹസ്യധാരണയുടെ സൂചനയാണെന്ന പ്രതിപക്ഷ വിമർശനങ്ങളെ CPM നേതൃത്വം എത്ര നിസ്സാരമായാണ് കാണുന്നതെന്നും ഈ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കൂടിയാണ്. നാം ആലോചിക്കണം, BDJS-ന്റെ അതായത് NDAയുടെ ഘടകകക്ഷിയായ BDJS അതിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് CPM-ന്റെ ഉന്നത നേതാവായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കാറിൽ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ വാദങ്ങൾ ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുമ്പോഴാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സജി ചെറിയാൻ അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. CPM-ന് SNDP-യുമായി മാത്രമല്ല NSS-ഉമായും അതുപോലെ ന്യൂനപക്ഷ സംഘടനയുമായും നല്ല ബന്ധമാണുള്ളതെന്നും ഒരു മതസംഘടനകളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നും ഒരു കാരണവശാലും ഇവരാരും പ്രവർത്തിക്കില്ല എന്നുമാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. UDF ആകട്ടെ ന്യൂനപക്ഷ വീടുകളിൽ ഭൂരിപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വീടുകളിൽ ന്യൂനപക്ഷ വർഗീയതയുമാണ് പ്രചരിപ്പിച്ചതെന്നും എന്നാൽ LDF പറഞ്ഞത് രാഷ്ട്രീയം മാത്രമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കാര്യമായി തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നും കുട്ടനാട്ടിൽ മാത്രമാണ് തിരിച്ചടി ഉണ്ടായതെന്നും അത് LDF-ലെ അനൈക്യം മൂലമാണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ BJP കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന BJP-യുമായി വെള്ളാപ്പള്ളിക്കുള്ള രാഷ്ട്രീയ ബന്ധം LDF-ന് ജില്ലയിൽ ദോഷം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവും ഇവിടെ എടുത്തു പറയേണ്ടത് കൂടിയാണ്. നേരത്തെ തനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതിനെ പരിഹസിച്ചവർക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതും. താൻ മുഖ്യമന്ത്രിയുടെ കാറിനേക്കാൾ വലിയ കാറുള്ളവനാണെന്നും മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാതിരിക്കാൻ തനിക്കെന്താ അയിത്തമുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുമുണ്ട്. CPM-ഉമായുള്ള ഈ കൂട്ടുകെട്ട് LDF-ന് തിരിച്ചടിയായെന്ന വിമർശനങ്ങളെ അദ്ദേഹം ശക്തമായി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തെ SNDP യോഗം മാത്രമല്ല NSS-ഉം പിന്തുണച്ചിരുന്നുവെന്നും പ്രതിനിധികളെ അയച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നിട്ടും SNDP ജനറൽ സെക്രട്ടറിയായി മാത്രം കുറ്റപ്പെടുത്തുന്നത് മനസ്സിലാകുന്നില്ല എന്നും എന്തുകൊണ്ടാണ് NSS-നെ കുറ്റപ്പെടുത്താത്തതെന്നും അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ടാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ എന്നെ മാത്രം ചിലർ കുറ്റപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. അതായത് ജാതിയിൽ കുറഞ്ഞത് കൊണ്ടാണോ എന്നെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചു വെക്കുന്നത്. എൻ്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. അതിവിദഗ്ധമായി അദ്ദേഹം ഇവിടെ ജാതി പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. തനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് പിന്നിൽ ജാതീയമായ വേർതിരിവുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ലക്ഷ്യമിട്ടുള്ളത് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങളെല്ലാം. ഇവിടെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും അതിലാരും ജാതി കണ്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അവിടെ ശക്തമായും വ്യക്തമായും അദ്ദേഹം നടത്തിയിട്ടുള്ളത് ജാതി അധിക്ഷേപങ്ങൾ തന്നെയായിരുന്നു. മലപ്പുറം ജില്ലയെക്കുറിച്ച് മാത്രം പറയുന്നതും ഒരു പ്രത്യേക സമുദായത്തെക്കുറിച്ച് പറയുന്നതും മാൻഹോളിൽ വീണ് മരിച്ച വ്യക്തിയെക്കുറിച്ച് പറയുന്നതടക്കം വലിയ തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും CPM അതിൽ ഒരു നിലപാട് പോലും എടുക്കാതെ പകരം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തോളോട് തോൾ ചേർന്ന് കാറിലിരുന്ന് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന് ഒരു തവണയെങ്കിലും ചിന്തിക്കേണ്ടത് കൂടിയായിരുന്നു. മുന്നണികൾ നടത്തുന്ന മതസാമുദായിക പീഡനത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കാറുണ്ടെന്നും ന്യൂനപക്ഷ പീഡനത്തിനെതിരെ താൻ മാത്രമല്ല NSS നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറയുമ്പോൾ മലപ്പുറത്ത് ഇതര സമുദായക്കാർക്ക് സ്കൂളും കോളേജും മാത്രമല്ല ഒരു പള്ളിക്കൂടം പോലും നൽകാത്തതിനെ കുറിച്ച് താൻ പറഞ്ഞത് തെറ്റാണോ എന്നും
താൻ പറഞ്ഞത് വസ്തുതകളല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു വെക്കുമ്പോൾ ഈ വസ്തുത മറച്ചു വെച്ച് വർഗീയ പ്രചരണം നടത്തുന്നത് മുസ്ലിം ലീഗല്ലേ എന്നും കോൺഗ്രസ് അവർ പറയുന്നതിനെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്തതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. 24 മണിക്കൂറും വർഗീയ പ്രസംഗത്തിലൂടെ ലീഗിനെ കൂടെ കെട്ടി കോൺഗ്രസ് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന വലിയ പാരമ്പര്യത്തിന് ഉടമകളാണ് കോൺഗ്രസ് എന്ന് ഇപ്പോഴത്തെ നേതാക്കൾ തിരിച്ചറിയുന്നില്ല എന്നും അവർ ലീഗിന് അടിമപ്പെടുകയാണെന്നും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട്. CPM-നും ലീഗ് വിരുദ്ധ നിലപാടുകൾക്ക് ലഭിച്ച ശക്തമായ പിന്തുണയായി കണക്കാക്കിയാണ് ഇവിടെ. അപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും അതൊരു സമുദായത്തിനെതിരെ തന്നെ ആയിരുന്നു എന്ന് വെള്ളാപ്പള്ളിക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ CPM-ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളതും. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പലതവണയായിട്ടുള്ള പലപ്പോഴായിട്ടുള്ള ഓരോ പരാമർശങ്ങളും അത് വലിയ വിവാദമാവുകയും അത് പലപ്പോഴും ചർച്ചയാകുകയും ചെയ്തിട്ടും CPM അപ്പോഴും SNDP-യുമായുള്ള വെള്ളാപ്പള്ളി നടേശനുമായുള്ള സൗഹൃദം വലിയ തരത്തിൽ കാത്തു സൂക്ഷിക്കുകയാണ്. അവരിപ്പോഴും വിചാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കൂടെ നിന്നാൽ ഒരു സാമുദായിക വോട്ടുകൾ മൊത്തത്തിൽ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതിൽ വലിയ തിരിച്ചടി ഇപ്പോഴാ ലഭിച്ചിട്ടും, ഇപ്പോൾ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ തിരിച്ചടി CPM-ന് ലഭിച്ചിട്ടും അവർ അതിൽ നിന്ന് മാറുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന അവരുടെ കമ്മിറ്റികളിൽ പോലും അവരുടെ മീറ്റിങ്ങുകളിൽ പോലും അവർ പറയുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകുന്നില്ല എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ വെള്ളാപ്പള്ളി നടേശനായിട്ടുള്ള ബന്ധം പലപ്പോഴും CPM-ന് തിരിച്ചടി മാത്രമേ നൽകിയിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ആരെയൊക്കെ പിന്തുണച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും തിരിച്ചടി മാത്രമാണ് നാളിതുവരെയും ഉണ്ടായിട്ടുള്ളതും. അപ്പോഴും CPM ഇപ്പോഴും വിചാരിക്കുന്നത്, CPM ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവിടെ വെള്ളാപ്പള്ളി ഉണ്ടായാൽ തങ്ങൾക്ക് സുഭിക്ഷമായി ജയിച്ചു വരാമെന്നുള്ള ആ ഉണർവാണ്, അല്ലെങ്കിൽ ആ തൻ്റെ ഇടമാണ് ഇപ്പോൾ CPM-ന് ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ വലിയ തരത്തിൽ തിരിച്ചടി കിട്ടിയിട്ടും CPM അത് മനസ്സിലാക്കുന്നില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയ വിവാദപരമായ പരാമർശങ്ങൾ ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന വിമർശനം മുമ്പ് ശക്തമായി ഉയർന്നതാണ്. എന്നിട്ടും തൻ്റെ പരാമർശങ്ങളിലെ വസ്തുതകളെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. CPM-യുമായി സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ സാമുദായിക രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ള സൂചന കൂടിയാണത്. കാരണം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ CPM-നൊപ്പം നിന്നുകൊണ്ട് തന്നെ കൃത്യമായി വർഗീയത പറയാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വർഗീയ ആരോപണങ്ങളെ CPM നേതൃത്വം പരസ്യമായി തള്ളിക്കളയാത്തത് ഈഴ വിഭാഗത്തിന്റെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായി രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും വിലയിരുത്തുന്നുണ്ട്. വർഗീയ ശക്തിയെ എതിർക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഇടതുപക്ഷ പാർട്ടി ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ഒരു നേതാവിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് CPM-ന്റെ മതനിരപേക്ഷ പ്രതിബദ്ധതയെ പോലും ചോദ്യം ചെയ്യുന്നത് കൂടിയാണ്. മഞ്ചേരിയിൽ മാൻഹോളിൽ വീണ് മരിച്ച തൊഴിലാളിയെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ മുമ്പ് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള സാമൂഹിക വിമർശനങ്ങൾക്ക് വരെ വഴിവെച്ചിരുന്നതാണ്. ഒരു പൊതുപ്രവർത്തകനും സാമുദായിക നേതാവിനും ചേരാത്ത പ്രതികരണമാണ് അതെന്നും ദളിത് ദുർബല വിഭാഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും വിമർശനങ്ങൾ അന്ന് ശക്തമായി ഉയർന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോടുള്ള അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വലിയ തരത്തിലുള്ള വർഗീയതയാണ് പുറത്തു വന്നുള്ള ചർച്ചകൾ വരെ പുറത്തു വന്നതാണ്. ഈ വിഷയത്തിലും CPM നേതൃത്വം പൊതുവെ മൗനമാണ് പാലിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളിയെ വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി അകറ്റാൻ CPM മടിക്കുന്നു എന്ന പ്രതീതി ഇതിൽ ആക്കം കൂട്ടുന്നത് കൂടിയാണ്. സംസ്ഥാനത്തെ ക്രൈസ്തവ സഭകളിലെ ചില ബിഷപ്പ്മാർ ഉന്നയിച്ച നാർക്കോട്ടിക് ജിഹാദ് എന്ന വിവാദ പരാമർശത്തിന് വെള്ളാപ്പള്ളി നടേശൻ നൽകിയ പിന്തുണയും അതുപോലെ CPM നൽകിയ പിന്തുണയും ഈ രാഷ്ട്രീയ ബന്ധത്തിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തു കാണിക്കുന്നത് കൂടിയാണ്. ഈ പരാമർശം സാമുദായ സൗഹാർദ്ദം തകർക്കുന്നതാണെന്നും വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്നെന്നും CPM നേതൃത്വം നിലപാടെടുത്തപ്പോഴും വെള്ളാപ്പള്ളി ബിഷപ്പ്മാരുടെ നിലപാടിനെ പിന്തുണച്ച് ഒപ്പം തന്നെ ചില മന്ത്രിമാരടക്കമുള്ളവർ കൂടെ നിൽക്കുകയും ചെയ്തു. നിന്നതാകട്ടെ ബിഷപ്പുമാരുടെ കൂടെയാണ്. ഒരേ വിഷയത്തിൽ CPM-ഉം വെള്ളാപ്പള്ളിയും പലപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചില കാര്യങ്ങളിൽ ഭിന്നത ഉണ്ടായിട്ടുള്ളപ്പോഴും വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കാൻ CPM എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ഈ ശ്രമം തന്നെയാണ് CPM-ന് ഇപ്പോഴിതാ വലിയ തരത്തിൽ തോൽവി സമ്മാനിച്ചിരിക്കുന്നത്. CPM-ന്റെ പൊതു നിലപാടിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംഘടനകളുള്ള സമീപനങ്ങളിലും വെള്ളാപ്പള്ളിയുടെ ചില നിലപാടുകൾക്ക് സമാനമായ ഘടകങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ വിമർശനം ഇതിന് ഉദാഹരണം കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ രാഷ്ട്രീയവുമായ വെൽഫെയർ പാർട്ടിയും CPM നിരന്തരം എതിർക്കുകയും അവരുടെ വർഗീയ നിലപാടുകളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും അവരുടെ പിന്തുണ നേടി ജയിച്ച ചരിത്രം CPM-നുണ്ട് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം സമുദായത്തിനെതിരെ ചില പരാമർശങ്ങൾ CPM-ന്റെ ഈ നിലപാടുകളുമായി ഒത്തുപോകുന്നതായി തോന്നുന്നുണ്ടെങ്കിലും വെള്ളാപ്പള്ളിയുടെ മൊത്തത്തിലുള്ള സമീപനം CPM ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അവർ അപ്പോഴും ചെയ്യുന്നത് ഈ മതനിരപേക്ഷ നിലപാടുകളാണ് തങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് എന്ന് പറയുമ്പോഴും അവർ കൃത്യമായ വർഗീയ നിലപാടുകളിലൂടെ തന്നെയാണ് CPM ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവും ശക്തം തന്നെയാണ്. എന്നിട്ടും വെള്ളാപ്പള്ളിയെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിലൂടെ CPM തങ്ങളുടെ സൈദ്ധാന്തിക നിലപാടുകളിൽ
വീഴ്ച വരുത്തുകയും വെള്ളം ചേർക്കുകയുമാണ് ചെയ്യുന്നതെന്നുള്ള വിമർശനവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പ്രതികരണങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പേരിൽ തനിക്കെതിരെ മാത്രം നടക്കുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തമായ നീക്കം കൂടിയാണ്. മലപ്പുറം പരാമർശം, ന്യൂനപക്ഷ പീഡനം, അതുപോലെ മുഖ്യമന്ത്രി കാർ യാത്ര തുടങ്ങിയ എല്ലാ വിഷയങ്ങളും അദ്ദേഹം തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും തന്നെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നതെന്നും പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ട് മാത്രമാണ് താൻ ഇരയാക്കപ്പെടുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ ജാതീയമായി വേർതിരിക്കാനുള്ള വ്യാഖ്യാനമായി ഇതിന്റെ ശ്രമം കൂടി എടുത്തു പറയേണ്ടത് കൂടിയാണ്. അവിടെ താനൊരു താഴ്ന്ന ജാതിക്കാരെന്നുള്ള പറയാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാന്റെ ശക്തമായ പിന്തുണ കൂടി ലഭിച്ചതോടെ CPI നേതൃത്വം വെള്ളാപ്പള്ളിയുമായി അകലുന്നതിനേക്കാൾ അടുപ്പം തുടരുന്നതിനാണ് രാഷ്ട്രീയ ഭാവി എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. SNDP യോഗത്തിലെ സ്വാധീനം രാഷ്ട്രീയപരമായി നിർണായകമായതിനാൽ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശങ്ങളെ അവഗണിച്ച് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ CPM തയ്യാറാകുന്നുമുണ്ട്. ഈഴ വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണിതെന്നും ചിലർ പറയുന്നുമുണ്ട്. ഈ രാഷ്ട്രീയം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ സാമുദായിക സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാകുകയും ചെയ്യും. ഇവിടെ CPM നടത്തുള്ള ഈ നിലപാടുകളെല്ലാം പലപ്പോഴും CPM തിരിച്ചടി ആയിട്ടുണ്ടെങ്കിലും ആ തിരിച്ചടി മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ലഭിക്കുന്ന അതിശക്തമായ തിരിച്ചടിയിലൂടെയെങ്കിലും ഇവർ മനസ്സിലാക്കൽ മതിയെന്നാണ് പൊതുജനം പോലും പറഞ്ഞു വെക്കുന്നത്.